ത്വബറാനി ഉദ്ധരിച്ച ഒരു ഹദീസ് ദഈഫാണെന്ന് ഞാൻ സമ്മതിച്ചത് അൽഹംദുലില്ലാഹ് വലിയ ആഘോഷമായി പോയി. അവര് ത്വബറാനിയുടെ ഹദീസ് എന്നല്ല ദഈഫായ ഏറ്റവും ദഈഫായ ഹദീസുകൾ പോലും തെരഞ്ഞുപിടിച്ച് അവർ വിശ്വസിക്കുന്ന ഈ കടുത്ത വലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഖുർആൻ വരെ തിരുത്തി എഴുതിക്കൊണ്ട് ഈ വലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ത്വബറാനിയുടെ ഹദീസ് ദഈഫാണെന്ന് ഞാൻ സമ്മതിച്ചു എന്ന്. സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ എന്താണ് പറഞ്ഞത്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിൽ അവിടെ സ്വർഗം ചോദിച്ചു. അതുകൊണ്ട് മുസ്ലിം ലോകത്തിന് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്നാണ് ഇവർ വാദിക്കുന്നത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഇവിടെ റബീഅ സ്വർഗം ചോദിച്ചു. അതുകൊണ്ട് മുസ്ലിം ലോകമേ, നിങ്ങൾക്ക് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാം. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ എന്നുള്ള ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് റസൂലുള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചു എന്ന് ഇവരെഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മുസ്ലിം ലോകമേ, റസൂലുള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കാം, റസൂലുള്ളാഹിനോട് ഹിദായത്ത് ചോദിക്കാം എന്നെല്ലാം ഇവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു മറുപടി ഈ ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ആ സംഭവം അല്ലാഹുവിന്റെ റസൂല് റബീഅയോട് പ്രത്യേകമായ ഒരു രീതിയിൽ പറഞ്ഞ സംഭവമാണ്. സ്വർഗം ചോദിച്ചെങ്കിലല്ലേ അത് ശിർക്കാണോ അല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ. സ്വർഗം ചോദിച്ചിട്ടില്ലല്ലോ. റസൂൽ പറഞ്ഞു അത് ചോദിക്കരുത്, ശിർക്കാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. സ്വർഗം ചോദിച്ചാലല്ലേ ശിർക്കാണോ അല്ലേ എന്ന് റസൂലുള്ളാഹിക്ക് പറയാൻ പറ്റുള്ളൂ. അവിടെ സ്വർഗം ചോദിച്ചിട്ടില്ല. സ്വർഗം ചോദിച്ചെങ്കിൽ റസൂലുള്ളാഹി എന്തു പറയുമായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാമായിരുന്നു. എന്തുകൊണ്ട്? അതിനുശേഷം ലോക പണ്ഡിതന്മാരും മുഴുവനും എഴുതി വച്ചിരിക്കുന്നത് ഇസ്തിഗാസത്തു ഗൈരില്ലാഹി ളലാലും വജഹാലത്തുൻ എന്ന് എഴുതി വച്ചിരിക്കുന്ന ഒട്ടനവധി ഉദ്ധരണികൾ നമുക്ക് കാണാം. നമ്മളോട് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്നല്ലേ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെ, നമ്മുടെ കൈകളിൽ ഇത്തരം വിഷയങ്ങൾക്കെല്ലാം ഉള്ളത് പ്രമാണങ്ങളാണ്. അതുകൊണ്ടാണ് പ്രമാണങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇനിയും ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉദ്ധരിച്ച് വായിച്ച് കേൾപ്പിച്ചു തരാം. ഇസ്തിഗാസത്തു ഗൈരില്ലാഹി ളലാലത്താണ്, അത് ജഹാലത്താണ്, അത് ശിർക്കിലേക്കും കുഫറിലേക്കും ഒക്കെ തന്നെ നയിക്കാൻ പാകമായതാണ്. അഥവാ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിക്കാം, നമുക്ക് സ്വർഗം തരാനുള്ള അധികാരം അള്ളാഹിന്റെ റസൂലിനുണ്ട്. അള്ളാഹിന്റെ റസൂലിനോട് ഹിദായത്ത് ചോദിക്കാം, ഹിദായത്ത് തരാനുള്ള അധികാരം റസൂലുള്ളാഹിക്കുണ്ട്. അതേപോലെ തന്നെ ആഫിയത്ത് ചോദിക്കാം, നരകവിമോചനം ചോദിക്കാം, ഇതൊക്കെ ചോദിക്കാമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ തരാനുള്ള കഴിവ്, അധികാരം അവർക്കുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. എങ്ങനെ ഉണ്ട്? ആ കഴിവ് അള്ളാഹ് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും അത് നൽകാനുള്ള കഴിവ് അള്ളാഹ് അവർക്ക് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ചോദിക്കാം, നമുക്ക് കിട്ടും. അള്ളാഹുവിനോട് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് മഹാത്മാക്കളോട് ചോദിക്കലാണ്. റബ്ബിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ മഹാത്മാക്കളിൽ നിന്ന് കിട്ടും. ഈ സാധുക്കളായ ജനങ്ങൾ പിന്നെ അള്ളാഹ്ടെ ചോദിക്കോ? മഹാത്മാക്കളോടല്ലേ ചോദിക്കോളൂ. ഞാൻ പ്രസംഗിച്ച വിഷയത്തിലെ വിശദീകരണങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെന്ത് ചോദിച്ചാലും ശരി, എന്റെ പ്രസംഗത്തിലെ പരാമർശം അതിന്റെ ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണമാണ് കിട്ടേണ്ടത്. ഇവിടെ ഹദീസിന്റെ സിഹത്തോ ദുഅഫോ അല്ല വിഷയം. ആ ഹദീസ് ദഈഫാണെങ്കിൽ അത് നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയത്തിന് ഉതകുന്ന പിന്തുണയുള്ള ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിയാരെ നിങ്ങൾ അവിടെ പറഞ്ഞ ഹദീസ് ദഈഫാണ്, ഇതാ ഈ ഹദീസിനെ പിന്തുണയ്ക്കുന്ന മറ്റൊരു ഹദീസുണ്ട്, അല്ലെങ്കിൽ ആ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പണ്ഡിതന്മാരെല്ലാം അംഗീകരിക്കുന്നവരല്ലേ. ഇന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സഹായം ചോദിക്കാം, അല്ല സ്വർഗം ചോദിക്കാം എന്ന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? അതെ, ആ ഹദീസിനെ അനുകരിച്ചുകൊണ്ട് ഒരൊറ്റ സ്വഹാബി പോലും റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല.
ഒരൊറ്റ സ്വഹാബി പോലും അള്ളാന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ ഹദീസ് സ്വർഗം ചോദിക്കാൻ തെളിവല്ല. തെളിവാണെങ്കിൽ അത് പണ്ഡിതന്മാര് പറയുമായിരുന്നു, സ്വഹാബാക്കൾ ചോദിച്ചിരുന്നേനെ.